ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: "നിതാ ഒരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ്റെ പേര് ഇമ്മാനുവേൽ." അതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. ഇത് തന്നെയാണ് ക്രിസ്മസിൻ്റെ ആ മെസ്സേജ്, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ആ ഡെപ്ത് ഓർ ദി എസൻസ് ഓഫ് ക്രിസ്മസ് ഇസ് ദിസ്: ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷത്തിലും, സന്തോഷത്തിലും സങ്കടത്തിലും വേദനയിലും രോഗത്തിലും ഭാരത്തിലും ഏത് നിമിഷത്തിലും ഈ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് ഒരു സത്യമാണ് ഈ ദിവസം എല്ലാവരോടും വിളിച്ചു പറയുന്നത്. ഒരുപക്ഷെ ചില നല്ല സമയങ്ങളിൽ നമ്മൾ ദൈവത്തിനെ ഓർക്കാറില്ല, കാരണം നമുക്കപ്പോൾ ദൈവത്തിന് ആവശ്യമില്ല. എന്നാൽ ചില വേദനയുടെ സമയത്ത്, ചില പ്രയാസങ്ങളുടെ നടുവിൽ നമ്മൾ യേശുവെ നമ്മളെ സഹായിക്കണമെന്ന് നമ്മൾ വിളിക്കാറുണ്ട്. എന്നാൽ ചില സമയത്ത് ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലായിരിക്കും. നിങ്ങൾ പലവരും ചോദിച്ചു കാണും, ദൈവമേ നീ എന്നെ കാണുന്നില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് ഒന്നും മാത്രമേ ഉള്ളൂ: ഈ കർത്താവ് നമ്മോട് കൂടി എപ്പോഴും ഉണ്ട്. ഞാൻ ഈ പ്രേസിനെ ഇതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഹൃദയത്തിൽ വന്ന ആ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരമ്മ ഒരു കുഞ്ഞിനെ തൻ്റെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു ചിന്തയാണ് എൻ്റെ ഹൃദയത്തിൽ വന്നത്. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിരിക്കുമ്പോൾ പുറത്ത് എന്തുവാണ് നടക്കുന്നത്, എന്തുവാണ് സാഹചര്യങ്ങൾ, അതൊന്നും ആ കുഞ്ഞിന് അറിയത്തില്ല. അമ്മയ്ക്ക് സന്തോഷമാണോ, സങ്കടമാണോ, വേദനയിലാണോ, എന്താണെന്ന് ആ കുഞ്ഞിനൊന്നും അറിയില്ല. ആ കുഞ്ഞ് തന്നെ അമ്മയുടെ ഉദരത്തിൽ സേഫാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 9 മാസം ഷി വാസ് ക്യാരിങ്, ഇംഗ്ലീഷിൽ പറയുന്നത് ക്യാരിങ്, ആ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നല്ല കർത്താവ്. തൻ്റെ കരങ്ങൾ നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന നല്ല കർത്താവ്. നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളോട് എത്രമാത്രം പറയാനുള്ളത്, ആ ദൈവം നിൻ്റെ കൂടെ, ആ ദൈവം നിൻ്റെ സാഹചര്യങ്ങളെ അറിയുന്നുണ്ട്. ആ ദൈവം നിങ്ങളെ ക്യാരി ചെയ്ത് 9 മാസം കഴിഞ്ഞിട്ട് 10ാമത്തെ മാസം കർത്താവ് അങ്ങനെ 11 മാസം ആകട്ടെ, 15 മാസം ആകട്ടെ, 20 മാസം ആകട്ടെ എന്ന് പറഞ്ഞിട്ട് കർത്താവ് ആരും പിടിച്ചമ്മ നിർത്താനില്ല, അല്ലേ? 9 മാസം കൃത്യമാകുമ്പോഴേ ആ അമ്മ പ്രസവിക്കും, ആ കുഞ്ഞിനെ ലോകത്തിലോട്ടാക്കും, ആ കുഞ്ഞിനെ പിന്നെ വളർത്തും, ആ കുഞ്ഞിനെ ഒരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ നല്ലൊരു സ്ത്രീയാക്കി മാറ്റും. ആ ഒരു യാത്രയുണ്ട്. യു ആർ ഓൾസോ മെന്റ് ഫോർ ദാറ്റ് ജേർണി. നിങ്ങളും ഏതോ ഒരു യാത്രയ്ക്ക് വേണ്ടി, ദൈവം ആഗ്രഹിക്കുന്ന ഏതോ ഒരു സ്ഥലത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നെനിക്ക് നിങ്ങളോടൊന്ന് മാത്രമേ പറയുള്ളൂ: എന്തിനാണോ നിങ്ങളെ ദൈവം ഈ ലോകത്ത് സൃഷ്ടിച്ചത്, ആ ഒരു സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിലോട്ട് എത്തുവാൻ ആ കർത്താവ് നിങ്ങളെ തൻ്റെ കരങ്ങളിൽ വഹിക്കുവാൻ, ഏത് സാഹചര്യമാകട്ടെ ഇപ്പോൾ, ആ ദൈവം നിങ്ങളെ എന്തിനാണോ സൃഷ്ടിച്ചത്, ആ സ്വപ്നത്തിനെ പൂർത്തീകരിക്കാതെ, നിങ്ങളെ ഒരു ദോഷത്തിനും വിട്ടുകൊടുക്കാതെ, നിങ്ങളെ ആ പേർപ്പസിന് വേണ്ടി ഫുൾഫിൽമെൻറ്റിലോട്ട് ദൈവം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുക. ഈ 2024 തീരാൻ പോകുന്നു, 2025 നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. 2024 2025 പോകുമ്പോൾ ഞാൻ ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുന്നത്: നിങ്ങളുടെ ഒരു യാത്രയിൽ കർത്താവ് നിങ്ങളെ കരുതിക്കൊണ്ട്, നിങ്ങൾ ആരാകണമെന്ന് ആ കർത്താവിന് അറിയാം. 2025 അതുപോലെ ഒരു വർഷമാകട്ടെ. ഈ 2024 എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും 2025 നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ടാകുവാനും, ആ തുടക്കത്തിൽ നിങ്ങൾ എന്താണോ ആകേണ്ടത് അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടക്കുവാനും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ഒരു വ്യത്യാസം വരുവാനും, നിങ്ങളുടെ ഉള്ളിൽ ആവശ്യമുള്ള കോൺഫിഡൻസ്, ഉള്ളിൽ ആവശ്യമുള്ള ആ സന്തോഷം, ഉള്ളിൽ ആവശ്യമുള്ള ആ പ്രചോദനം സകലതും നൽകി കർത്താവ് നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഐ വിഷ് യു മെറി ക്രിസ്മസ് വൺസ് അഗൈൻ. ആൻഡ് ഐ റിയലി ഹോപ്പ് ആൻഡ് ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് ഗോയിങ് ടു ബർത്ത് എ മിറക്കിൾ ഇൻ ദ മേഞ്ചർ എന്ന് പറഞ്ഞാൽ, ആ പുൽത്തൊഴുത്തിലാണ് കർത്താവ് ജനിച്ചത്. അതൊരു കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ജനിപ്പിക്കാൻ വേണ്ടിയുള്ള സ്ഥലമല്ല, അവിടെ വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ ആ വൃത്തിയില്ലാത്ത സ്ഥലത്താണ് ഈ അത്ഭുതം ജനിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്മസിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം ജനിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള ആ അത്ഭുതം ഇന്ന് നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ജനിക്കട്ടെ, അത് ഉരുവായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനത് കാണും. നിങ്ങൾ ഇതിനോട് വിളിച്ചു പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇൻ ദ കമ്മിങ് ഡേയ്സ് യു ആർ ഗോയിങ് ടു സീ എ മിറക്കിൾ ബർത്ത് ഇൻ യുവർ മേഞ്ചർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സീ യു സൂൺ.